ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സെൽഫ് പോർട്രേറ്റ് വീഡിയോ ആയിട്ടാണ്. അതായത് ഒരാളുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എങ്ങനെ എടുക്കാം എന്നുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈപോഡ് ഉണ്ട്. പക്ഷെ അത് ഇല്ലാത്തത് കണക്കാണ്. അത് ഇപ്പോൾ വീണോ എന്ന് വെച്ചിട്ടാണ് അത് നിൽക്കുന്നത്. അത് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് അത് വെച്ചിരിക്കുന്നത് കേട്ടോ. ട്രൈപോഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും കസാരയിൽ കുറച്ച് തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു സാധനം റിംഗ് ലൈറ്റ് ആണ്. കുറച്ച് നല്ലത്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഈ ഒരു സംഭവത്തിന് ആവശ്യമില്ല. ബാക്ക്ഗ്രൗണ്ടോ ചിലർ ഇതിനെ കാണിക്കുമ്പോൾ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കില്ല. നമ്മുടെ ഈ വീഡിയോയിൽ അങ്ങനത്തെ അതൊന്നും ഇല്ലാണ്ട് സാധാരണ നമ്മൾക്ക് എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് എങ്ങനെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും വൈപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്ക്ഗ്രൗണ്ടാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ ഒന്നും വെച്ച് സെറ്റ് ചെയ്യേണ്ട. ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് എടുത്തോളം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് നമ്മുടെ ചുമരുണ്ടല്ലോ, അതാണ് ആദ്യം നമ്മുടെ ബാക്കിൽ വേണ്ടത്. പ്ലെയിൻ ചുമരാണ്. പിന്നെ അതിന് കുറച്ച് കയറിയിട്ട് വേണം ഇരിക്കാൻ. ഇതിപ്പോൾ കുറച്ച് ദൂരെയാണ് കേട്ടോ ചുമര്. അപ്പോൾ ഈ ചുമര് തൊട്ടടുത്തിരിക്കരുത്. അതായത് തൊട്ടിങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ചുമര് തൊട്ട് ബാക്കിൽ ഇങ്ങനെ വരരുത്, ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ചുമര് ഇങ്ങനെ തൊട്ട് ബാക്കിൽ വരുന്നത് ഭയങ്കര, അതേത് കളർ ചുമരാണെങ്കിലും കേട്ടോ. വൈറ്റ് ആണെങ്കിലും ഇപ്പം ഇതൊരു ക്രീം കളറാണ്. വൈറ്റ് ആണെങ്കിലും ചുമര് ഇങ്ങനെ തൊട്ട് ബാക്കിൽ വരുന്നത് കുറച്ച് വൃത്തികേടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ ചുമരിൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറി അങ്ങോട്ട് ഇരിക്കുക, വേറെ ഒന്നുമില്ല. ഇനി ഞാൻ എൻ്റെ റിംഗ് ലൈറ്റ് കാണിച്ചു തരാം എങ്ങനത്തെയാണെന്നുള്ളത്. കാണാത്തവർക്ക് കേട്ടോ, ചിലപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അത് ഇങ്ങനത്തെ സാധാരണ ഒരു റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. മറ്റേ വീതിയുള്ള സൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ റിംഗ് ലൈറ്റ് അല്ല, സാധാരണയാണ്. ഇതിൻ്റെ സ്റ്റാൻഡ് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഈ റിങ് വീതി കുറഞ്ഞിട്ടുള്ള സാധാ ഒരു റിംഗ് ലൈറ്റ് ആണ് ഗൈസ്. ടൈമർ വെച്ച് കഷ്ടപ്പെട്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ പാം ഷട്ടർ എന്നൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഫോട്ടോസ് ഇങ്ങനെ തന്നെ 3 സെക്കൻഡ് ഇങ്ങനെ വന്നിട്ട് തന്നെ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് കിട്ടൂട്ടോ. വേറെ ഒരു സംഭവം ഉണ്ട്, കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കണ സാധനം, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട്, പാം ഷട്ടർ കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഓൺ ആക്കിയിട്ട് നമുക്ക് ഫോട്ടോസ് സുഖമായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഷാൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഗുയിസ്, ചിലരിപ്പോൾ വിചാരിക്കും ഇതെന്ത് തേങ്ങാന്ന് വിചാരിക്കും, പക്ഷെ ഇതൊരു ട്രെൻഡാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റത്തെ ഫോട്ടോ എടുക്കാം. നമ്മൾ അടുത്തെടുക്കാൻ വേണ്ടി പോണത് ഹെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ്. അത് ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അതുകൊണ്ട് ഞാൻ മുടി കെട്ടിയിട്ട് വേഗം വരാം.
ഭയങ്കര ട്രിക്കൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര അടിപൊളി അങ്ങനത്തെ ഫോട്ടോ ഒന്നും അല്ല, എന്നാലും കുറച്ച് പോസുകളൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു ആംഗിളിൽ എടുക്കുന്ന കാരണം കൊണ്ട് എനിക്ക് കുറേ ഒന്നും എന്താ പറയുക, ഇങ്ങനെയല്ല നമ്മൾ ഫോട്ടോസ് എടുക്കുക, ഫോൺ എന്താ പറയുക നേരെ വെച്ചിട്ടല്ലേ ഫോട്ടോസ് എടുക്കുക. പക്ഷെ ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനോട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതിലേക്ക് നല്ല ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ലാസ്റ്റ് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസും ഒക്കെ എഡിറ്റ് ചെയ്തതിന് ലാസ്റ്റത്തെ റിസൾട്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.